ഗർഭിണിയായ ഒരു മാൻ കാട്ടിലൂടെ തൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. പെട്ടെന്ന് അതിശക്തമായ ഇടിയും മിന്നലും ഉണ്ടായി. മിന്നലിൻ്റെ ആഘാതത്തിൽ കാട്ടിലാകെ തീ പടർന്നു. മാനിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ തീ അതിൻ്റെ വടിയിൽ പടർന്നു പിടിച്ചു. ഈ കാട്ടുതീയിലൂടെ തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ മാൻ തിരിഞ്ഞോടാൻ തുടങ്ങി. കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്താൻ വേണ്ടി അത് പൊയ്ക്കൊണ്ടേയിരുന്നു. ഏറെ ദൂരം പിന്നിട്ടപ്പോൾ മാനാകെ അവശയായിരുന്നു. ഒരു നദിയുടെ തീരത്തെത്തിയപ്പോൾ അതിന് വല്ലാണ്ട് ദാഹിച്ച കാരണം കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി അത് ആ നദിയിലേക്ക് ഇറങ്ങി. പുഴയിലേക്ക് മുഖം താഴ്ത്താൻ ശ്രമിച്ച മാൻ പെട്ടെന്ന് എതിർവശത്തുള്ള കാഴ്ച കണ്ട് ഞെട്ടി. ഒരു വേട്ടക്കാരൻ തന്നെ ഉന്നം വെച്ച് അമ്പെയ്യാൻ തുടങ്ങുന്നു. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് ചിന്തിച്ചുകൊണ്ട് പിന്തിരിഞ്ഞോടാൻ ശ്രമിച്ച മാൻ അപ്പുറം നിൽക്കുന്ന കാഴ്ച കണ്ട് സ്തബ്ധമായിപ്പോയി. അപ്പുറത്ത് ഒരു സിംഹം തന്നെ ഉന്നം വെച്ച് കാത്തിരിക്കുന്നു. മാൻ ആകെ ധർമ്മസങ്കടത്തിലായി. എന്ത് ചെയ്യും? വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. അവിടെ കാട്ടുതീയാണ്. ഇപ്പുറത്ത് വേട്ടക്കാരൻ അമ്പെയ്ത് നിൽക്കുന്നു. ഒരു വശത്ത് സിംഹം, അടുത്ത വശത്ത് ആഴമേറിയ നദിയാണ്. താൻ മരിക്കാൻ പോവുകയാണ്. തൻ്റെ മരണം അത് സ്ഥിരീകരിച്ചു. ഒരു നിമിഷം മനസ്സുകൊണ്ട് ശാന്തത കൈവരിച്ചു. താൻ എന്തായാലും മരിക്കാൻ പോവുകയല്ലേ, തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. സമാധാനമായി കുറച്ച് ജലം കുടിച്ചതിന് ശേഷം മരിക്കാം എന്ന് കരുതി അത് പുഴയിലേക്ക് മുഖം താഴ്ത്തി. ഇതേ സമയം ആ വേട്ടക്കാരൻ അമ്പെയ്തു. ശക്തമായ ഒരു മിന്നലുണ്ടായതിനാൽ അമ്പിൻ്റെ ഉന്നം തെറ്റി അത് നേരെ സിംഹത്തിൻ്റെ പുറത്തറച്ചു. തനിക്ക് മുറിവേറ്റപ്പോൾ സിംഹം വേട്ടക്കാരനെതിരെ തിരിഞ്ഞു. അത് അയാളെ ആക്രമിക്കാൻ ഓടാൻ തുടങ്ങി. ഇത് കണ്ട വേട്ടക്കാരൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതിന് പുറകെ സിംഹം അയാളെ ഉന്നം വെച്ച് പാഞ്ഞു. ഇതേ സമയം ശക്തമായ മഴ പെയ്തു. ഈ മഴയിൽ കാട്ടുതീയെല്ലാം നിമിഷ നേരം കൊണ്ട് എരിഞ്ഞമർന്നു. ജലം കുടിച്ച ശേഷം മുഖമുയർത്തിയ മാൻ വല്ലാണ്ട് അമ്പരന്നു. തൻ്റെ മുന്നിൽ വേട്ടക്കാരനും സിംഹവും കാട്ടുതീയും ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് അത് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ചില അവസരങ്ങളിൽ എല്ലാ വഴികളും അടയ്ക്കപ്പെട്ടതായി നമുക്ക് മനസ്സിലാകും. ജീവിതത്തിൽ നേരിയ പ്രതീക്ഷ പോലും അവശേഷിക്കില്ല. ആകെ നിരാശാബോധം ഉള്ളിൽ ഉടലെടുക്കും. പക്ഷേ ഇതിലൂടെ കടന്നു പോകുമ്പോൾ നാം കുറച്ച് ശാന്തരായി നമ്മിലെ ആത്മവിശ്വാസം അത് വീണ്ടെടുക്കാൻ ശ്രമിക്കണം. നമ്മളിൽ ശ്വാസം ഉള്ളിടത്തോളം കാലം നമുക്ക് ശ്രമിക്കാൻ അവസരമുണ്ട്. നിങ്ങളുടെ ആത്മവിശ്വാസം അത് വീണ്ടെടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പ്രതീക്ഷയുടെ പുൽനാമ്പുകൾ പൊട്ടിവിടരും. അവ നിങ്ങളുടെ ജീവിതപാതയിൽ മുന്നോട്ട് വിജയകരമായി നയിക്കും.